നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 18/3/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം ഇന്നലെ കൂടിയിട്ട് ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. 22 കാറ്റഗറി 14,460, ഒരു പവന് 1,15,680 അതുപോലെ 24 കാറ്റഗറി 15,775, ഒരു പവന് 1,26,200. അതുപോലെ 18 കാറ്റഗറി 11,831, ഒരു പവന് 94,648. ഇന്ന് വൈകിട്ട് സ്വർണ്ണവില 100 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപ, ഒരു പവൻ്റെ മുകളിൽ 240 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധവും അസംസ്കൃത എണ്ണവിലയിലെ കുതിപ്പും അനിശ്ചിതത്തിലാക്കിയ വിപണിയിൽ സ്വർണ്ണവില ഇന്നും താഴോട്ട് തന്നെയായിരുന്നു. അതേസമയം റബ്ബർ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212, ISNA 20 186. ലാറ്റക്സ് വിലയിൽ മാറ്റമുണ്ട്, 158 രൂപ 15 പൈസ. ഇതാണ് കോട്ടയം മാർക്കറ്റ് വില വൈകിട്ടത്തെ. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 136, 60% DRC ഒട്ടുപാൽ കിലോ 102. അകത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 207, RSS 5 കിലോ 204. ഇന്നത്തെ വൈകിട്ടത്തെ വിലയിൽ റബ്ബറിൻ്റെ വില RSS 4ഉം 5ഉം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ലാറ്റക്സ് മാത്രം വർധനവുണ്ടായി. 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭയിൽ, അതായത് കണ്ണൂരിലേക്ക് മത്സരിക്കാൻ റെഡിയായിരിക്കുകയാണ് കെ സുധാകരൻ. നിലവിൽ കണ്ണൂർ MP, മുൻ KPCC അധ്യക്ഷനുമായിരുന്നു. സുധാകരൻ MPയുടെ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ തീരുമാനത്തിനായി കാത്തിരിക്കാൻ പറയുകയാണ് ആലപ്പുഴ MPയും KC വേണുഗോപാൽ സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ സുധാകരൻ MP ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റിനായി കെ സുധാകരൻ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇത് മത്സരത്തിനായി കണ്ണൂർ നിയമസഭയിലേക്ക്. അതായത് കോൺഗ്രസ് നേതൃത്വം വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് സുധാകരൻ്റെ വാശിയേറിയ ആഗ്രഹം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.